സൗത്ത് ഇന്ത്യയിൽ ഇത്ര വലിയ ഷോറൂം ഇല്ല, അതിന്റെ ഉറപ്പ് ഞാൻ തരും. കാണുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നു, പക്ഷേ ഇത് ഫ്ലാറ്റ് ആണ്, ഫ്ലാറ്റ് സർഫസ് ആണ്. ഫുള്ളി സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിട്ട് നമ്മളിപ്പോ എന്തിട്ട് ഒരു കത്തിയിട്ട് ഉറച്ചാൽ പോലും ഇതിൽ പ്രശ്നം വരില്ല. മഞ്ഞളോ നാരങ്ങയോ ഞാൻ എല്ലാം ഒരു ദിവസം ഇട്ട് നോക്കിയിട്ടുണ്ട് എല്ലാത്തിലും. അതിന് ഏകദേശം 400 രൂപയുടെ മുകളിൽ പ്രൈസ് വരും. ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് വരുന്നത് 200 രൂപയുടെ താഴെയാണ്. പിന്നെ ഈസിലിയാണ്. ഇപ്പൊ ഇവിടെ ആൾക്കാർ തൊട്ടിട്ട് ഇതുണ്ട്, നമ്മളിത് ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു ടിഷ്യൂ വെച്ച് തുടച്ചാൽ വരെ അതങ്ങ് പോകും. അച്ഛന് ഗ്ലോസി വേണം, മോന് മാറ്റ് വേണം. എന്നാൽ ഡിസൈൻ മാറാനും പാടില്ല. അപ്പൊ ആ മോന്റെ റൂമിലേക്ക് നമുക്ക് മാറ്റ് ഇടാം, അച്ഛന്റെ സ്ഥലത്തേക്ക് നമുക്ക് ഇതും ഇടാം. അപ്പൊ നമുക്ക് രണ്ടുപേരുടെയും വിഷമങ്ങ് മാറും. ചേട്ടൻ കാലൊന്ന് നീക്കാൻ പറ്റുന്നോ നോക്കി അവിടുന്ന്? ഇല്ല, അത് നീങ്ങില്ല. ഒരു 37 ഡിഗ്രി വരെ നമുക്കിത് ചെരിച്ചു വെച്ചാൽ നടന്നു പോകാൻ ഒരു കുഴപ്പമില്ല. ഒരു ടോറസ് ലോറി കയറിയാൽ പോലും പൊട്ടില്ല. പക്ഷെ നാച്ചുറൽ സ്റ്റോൺ, കടപ്പ സ്റ്റോൺ, ബാംഗ്ലൂർ സ്റ്റോൺ ഒക്കെ ടോറസ് കയറിയ പൊട്ടും. അപ്പൊ ഡയറക്റ്റ് വരിക, തൊട്ട് മനസ്സിലാക്കാം. കൺഫ്യൂഷൻ അടിച്ച് മരിക്കും കേട്ടോ, ഏത് വേണ്ടെന്ന് മാത്രമേ. അതെ, സൈഡിൽ നോക്കുമ്പോൾ ഡയറക്ടർ ലിജോ ജോസ് പില്ലിശ്ശേരി കേട്ടോ. കജേറിയയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിയുടെ മുൻപിലാണ് നമ്മളുള്ളത്. തൃശ്ശൂർ മരത്താക്കര ഹൈവേക്ക് അടുത്ത് കിയ ഷോറൂമിൻ്റെ തൊട്ടിപ്പുറത്തുള്ള മനു ഗ്രാനൈറ്റ് ഗാലറി. അതിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ഈ പേര് എങ്ങനെ വന്നു ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ആലോചിക്കുമായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ മുതലാളിയുടെ പേര് മനു എന്നാണ്. മനു ബ്രോ, നമസ്കാരം. എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ മനുവിൻ്റെ പ്രായമുണ്ട് ഈ മനു ഗ്രാനൈറ്റ് ഗാലറിക്ക്. അതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കൊടുത്തേ. അതെ, അത് ചരിത്രം പറയുകയാണെന്ന് വെച്ചാൽ എൻ്റെ ഫാദർ നമ്മുടെ വീട്ടിലേക്ക് ഗ്രാനൈറ്റ് എടുക്കാൻ രാജസ്ഥാനിൽ പോയതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഗ്രാനൈറ്റ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ആൾക്ക് തോന്നി എന്തുകൊണ്ട് ഇവിടെ ഒരു ഫ്ലോറിങ്ങിന്റെ ഒരു കട തുടങ്ങിക്കൂടാ, എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നു. അതെ അതെ അതെ, അങ്ങനെയാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ആദ്യത്തെ ഷോറൂം മുളങ്ങുന്നത്തുകാവിലാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ മരത്താക്കരയുണ്ട്, അതുപോലെ കൊടകരയും ഷോറൂംസ് ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കജേറി എന്ന ബ്രാൻഡിന് വേണ്ടി മാത്രമുള്ള എക്സ്ക്ലൂസീവ് ഷോറൂം, നമ്മുടെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. മരത്താക്കര ഉള്ളത് മാത്രം നമുക്ക് ഹൈവേയിലുള്ള ഈ ഷോറൂം എക്സ്ക്ലൂസീവ്ലി ഫോർ കജാരിയ. അത് കജാരിയുടെ വെട്രിഫൈഡ് ഡിവിഷൻസ് മാത്രം ചെയ്യുന്ന ഷോറൂമാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഷോറൂം തന്നെയാണ്. അതെ, കാണിച്ചു തരാം, വരൂ. കജാരിയുടെ വെട്രിഫൈഡ് ഡിവിഷൻസ് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്. അതിന്റെ മാക്സിമം പോസിബിലിറ്റീസ് നമുക്കിവിടെ കാണാൻ പറ്റും. സൗത്ത് ഇന്ത്യയിൽ ഇത്ര വലിയ ഷോറൂം ഇല്ല, അതിന്റെ ഉറപ്പ് ഞാൻ തരുന്നു. ഓക്കെ, അപ്പൊ കജേറിയുടെ ബ്രാൻഡ്, കജേറിയ നോക്കി നടക്കുന്നവർക്ക് ഇത് ഒരു കിടിലൻ ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ പല ഷോപ്പുകളിൽ പോയിട്ട് മിക്സഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ കൺഫ്യൂഷൻ അടിക്കണ്ട. അതായത് സാധാരണ എന്താന്ന് വെച്ചാൽ എല്ലായിടത്തും നോക്കിയാൽ കജാരയ്ക്ക് ഒരു 1500-2000 സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ ഡിസ്പ്ലേ ഏരിയ ഉണ്ടാവുക. പിന്നെ ബാക്കിയെല്ലാം മിക്സ്ഡ് ആയിരിക്കും വേറെ ബ്രാൻഡ്സ്. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, 10,000 സ്ക്വയർ ഫീറ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ കജാരിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ എല്ലാ സംഭവം ഇവിടെ ഉണ്ട്. നമുക്ക് കജാരിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്താ പറയുക, ഇപ്പൊ നമുക്ക് ബേസിക് എന്ന് പറഞ്ഞാൽ 2x2 തൊട്ട് 8x4 വരെ. അതിന്റെ മുകളിലേക്കുള്ള ഒരു 10x5 സൈസസും ഒരു നമുക്ക് ഓൺ ദ വേ ആണ് സത്യം പറഞ്ഞത്. അങ്ങനത്തെ 4 ടൈലുണ്ടെങ്കിൽ നമുക്കൊരു വീട് തീർക്കാം. ഇത് ഏറ്റവും വലുതാണോ? ഇത് നമുക്ക് ഇപ്പൊ കറന്റ്ലി കജാരി എറ്റേണിറ്റിയിൽ വരുന്ന ഏറ്റവും വലിയ ടൈലാണ് 8x4 സൈസിൽ. അതിന്റെ ഒരു വലിയൊരു കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അതെ, നമുക്ക് 8x4ന്റെ ഇതിപ്പോ 3 നമ്മൾ നമുക്ക് അപ്പുറത്ത് ഇഷ്ടം പോലെ ഡിസൈൻസ്, ഏകദേശം 40-45 ഡിസൈൻസ് നമുക്ക് 8x4ലും എല്ലാത്തിലും നമുക്ക് അപ്പുറത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. തീരുമാനിച്ചാൽ മതി, കൺഫ്യൂഷൻ ആവാന്നാണ്. കൺഫ്യൂഷൻ ആവാണ്ട് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്? നമുക്കിപ്പോ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് കജാരിയുടെ എറ്റേണിറ്റി ഡിവിഷൻ ആണ് വരുന്നത്. എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം കജാരിയെ തുടങ്ങി അവര് ഡെവലപ്പ് ചെയ്ത് അവരുടെ ഒരു ഹൈ എൻഡ് വേർഷൻ കൊണ്ടുവന്നിരിക്കുന്നതാണ് എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ എറ്റേണിറ്റിയുടെ ആണ് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. അപ്പൊ അതിലിപ്പോ പുതിയൊരു ഇൻട്രൊഡക്ഷൻ വന്നിരിക്കുന്നത് പല സൈസസ് സെയിം ഡിസൈൻ നമുക്ക് അവൈലബിൾ ആണ്. ഡിഫറെന്റ് ഫിനിഷസ് ആണിത്. നമുക്ക് ഈ ഫിനിഷ്, അതായത് ഒരു ഫ്ലൂട്ടഡ് ഫിനിഷ് ഉണ്ട്, കാർവിംഗ് ഫിനിഷ് ഉണ്ട്, മാറ്റ് ഫിനിഷ് ഉണ്ട്, പോളിഷ് ഉണ്ട്. എല്ലാം ഒരേ ടൈലാണ്, പക്ഷെ ഡിഫറെന്റ് ഫിനിഷസ് ആണ്. നമുക്ക് സൈസിനനുസരിച്ച് ഫിനിഷസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും പറ്റും. ഇപ്പൊ ഒരു വീട്ടിലേക്ക് നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വേണമെങ്കിൽ അതിന്റെ മാറ്റ് ഫിനിഷ് വേണം, നമുക്ക് എന്താ പറയാ ഹോളിലേക്ക് അതിന്റെ പോളിഷ് മതിയെങ്കിൽ അത് നമുക്ക് സെയിം ഡിസൈൻ, അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാം ഫിനിഷിൽ നമുക്ക് അവൈലബിൾ ആണ്. അതെ, 2 ഫ്ലോറിലായിട്ടാണ് നമ്മുടെ മനു ഗ്രാനൈറ്റ് ഗാലറി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, നമ്മുടെ കജാരിയുടെ ഷോറൂം. നമുക്ക് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകൾ താഴെയുള്ളത് കാണാലോ. നമുക്ക് ഇതൊക്കെ നമ്മുടെ ഒരു ലേറ്റസ്റ്റ് മോക്കപ്പ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ ഇന്റീരിയർ, നമ്മുടെ മാനേജേഴ്സ് എല്ലാവരുമായിട്ട് ഇരുന്നിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഡിസൈൻ. ഒരു റസ്റ്റിക്കും ഒരു ഇത് നമ്മൾ എവിടെയും കാണാത്ത കുറച്ച് ഷെയ്ഡ്സ് ആണ്. നമ്മളത് കാണുമ്പോൾ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കണ പോലെ കാണുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നത്, പക്ഷേ ഇത് ഫ്ലാറ്റ് ആണ്, ഫ്ലാറ്റ് സർഫസ് ആണ്.
അതും റസ്റ്റിക് രീതിയിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് അങ്ങനത്തെ കുറെ ഡിഫറെന്റ് വെറൈറ്റീസ് നമുക്ക് എന്തായാലും ഇതിൽ വരുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാണ്? നമുക്ക് കജാരിയുടെ സ്റ്റാർട്ടിങ് നമുക്ക് 4x2 ഏകദേശം ഒരു 52 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് അവൈലബിൾ ആണ്. അതെ, നിങ്ങൾ ഇപ്പൊ ഓൾ കേരള നിങ്ങൾ ഡെലിവറി ചെയ്യും? ഓൾ കേരള നമ്മൾ ഓൾറെഡി ഡെലിവറി ചെയ്താണ്. ഞാൻ പറയില്ലേ, ഇന്ന് നമുക്ക് കാസർഗോട്ടേക്കും കൊല്ലത്തേക്കും എല്ലായിടത്തേക്കുമാണ് ഇന്ന് ലോഡ് പോയിട്ടുള്ളത്. കജേരിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇവിടെ കേരളത്തില് എവിടെയും ഇത്ര സെലക്ഷൻ ഇല്ലാന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. പിന്നെ അല്ല ഒരു ശരാശരി മലയാളി എടുക്കുന്ന ഒരു ടൈല് 4x2 8160 ചെറുതായിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് കൂടുതലും. അപ്പൊ അതിന്റെ ഷെയ്ഡ്സും നമുക്ക് അവൈലബിൾ ആണ്. 2x2 സത്യം പറഞ്ഞാൽ കമേഴ്ഷ്യൽ പ്രൊജക്ഷൻ അല്ലാണ്ട് പോകുന്നില്ല. നമ്മളുടെ ഷോ വാൾസും ഷോ ഡെമോ ഒരുപാട്. അതെ, നമ്മൾ കുറെ ഡെമോ നമുക്ക് ഏകദേശം 20-25 ബാത്റൂംസ് നമ്മളിവിടെ ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബാത്റൂം ആണ്. ഇതൊക്കെ വെറും 59 റുപ്പീസ് ആണ് നമുക്ക് സ്ക്വയർ ഫീറ്റിന് വരുന്നത് ഈ ടൈപ്സിന്. കിട്ടില്ല, ഇതിങ്ങനെ വലിയൊരു മാസീവ് ഏരിയ കവർ ചെയ്യുമ്പോൾ നല്ല ഭംഗി. അതിന്റെ ഒരു കളർ കോമ്പിനേഷൻസ്, പിന്നെ നമുക്ക് ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇതിന്റെ വലിയ ടൈലും ഇപ്പൊ അവൈലബിൾ ആണ്. വലിയതും അവൈലബിൾ ആണ്. അതെ, 6x4 സൈസ് എല്ലാം നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. ഇതെല്ലാം കമ്പനി തരുന്ന ഡിസ്പ്ലേ അല്ല, ഇതൊക്കെ നമ്മൾ തന്നെ ഒന്ന് ചെയ്യുന്ന ഐഡിയക്ക്. നമുക്കറിയാലോ, നമ്മൾ കുറെ നാളായിട്ട് ഇപ്പൊ നമുക്ക് അത്യാവശ്യം സജഷൻസ് ഒക്കെ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട്. അവർക്ക് ഹാപ്പി ആയിട്ട് തന്നെയാണ് പോവാറ് എപ്പോഴും. മനു ജനിച്ചപ്പോ തൊട്ട് കാണുന്നല്ല. അതെ അതെ, നമ്മൾ ജനിച്ചപ്പോ തൊട്ട് കാണുന്ന ഒരു സാധനം ഈ ടൈലാണ്. നമ്മൾ ഒരേ മോഡലിൽ വരുന്ന പല ഫിനിഷിലുള്ള നമ്മൾ അവിടെ കണ്ടില്ലേ, അതിന്റെ ഒരു ഡെമോ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ തന്നെ ഒരു ഗ്ലോസി ആയിട്ടുള്ളത് ഒരു ഫ്ലോട്ടർ ടൈപ്പ് ടൈൽ വാൾ ടൈൽ. ഇവിടെ താഴെ അതിന്റെ മാറ്റും വന്നു, ഫ്ലോറിങ്ങിന് മാറ്റ്. നമുക്ക് ഗ്രിപ്പിന് നമുക്ക് അത് ഉപയോഗിക്കാം, ഹൈലൈറ്റിന് ഇത് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് ഡിസൈൻ ചെയ്യാം. ഇത് എന്താ രസം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൈലബിളുമായിട്ട് തോന്നുന്നില്ല. നന്നായിട്ടുണ്ട്. ഇതിപ്പോ എന്റെ ഒക്കെ പുതിയ ഓഫീസിൽ ഞാൻ ഇതാ ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിയായിട്ട് കിടക്കും, ഒരു കുഴപ്പമില്ല. ഈ സൈഡിലേക്ക് വരുമ്പോൾ 8160 സൈസിൽ നമുക്ക് ഡിസൈൻസ് ആണ് വരുന്നത്. അതിന്റെ തൊട്ട് മേലോട്ട് വരുന്ന. അതെ, ഇതൊക്കെ ഏകദേശം ഒരു 72 രൂപ മുതൽ അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡിസ്കൗണ്ട്സ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട്ടിലൊക്കെ ഈ ഒരു. അതെ, 4000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ സ്പെഷ്യൽ റേറ്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതെ, ഞാൻ വീഡിയോ എടുത്തിന്റെ ഇടയ്ക്ക് എനിക്ക് മനുവിന്റെ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഡയറക്ടർ ലിജോ ജോസ് പിള്ളിശ്ശേരി ഒരു കട്ട് അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് കമന്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ നമുക്ക് 8x4 സൈസിൽ വരുന്ന ടൈൽസ് ആണ്. ഇഷ്ടംപോലെ സെലക്ഷൻ വരുന്നുണ്ട്. അത് ഡിഫറെന്റ് ഫിനിഷസ്, ഡിഫറെന്റ് കളേഴ്സ്. ഇതൊക്കെ നമുക്ക് ഒരു എന്താ പറയാ, ഒരു മാർബിൾ ടെക് എന്ന് പറഞ്ഞ ഫിനിഷാണ്. അതായത് ഒരു ചേമ്പിലയില് വെള്ളം നിക്കണ പോലെ ഇതില് വെള്ളം നിക്കുക. അതായത് അബ്സോർപ്ഷൻ ഇല്ല, 0.08 ആണ് വാട്ടർ അബ്സോർപ്ഷൻ. ഇത് ശരിക്കും പറഞ്ഞ ഒരു കംപ്ലീറ്റ് ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷും അല്ല. അൺപോളിഷ്ഡ് മാർബിൾ ഇല്ലേ, പണ്ടത്തെ നമ്മള് മാർബിൾ അൺപോളിഷ് ചെയ്തിട്ടുള്ള ഒരു ഫിനിഷ് ആണ് ഇത് വരുന്നത്. മാർബിളിന്റെയും ഗ്രാനൈറ്റിന്റെയും ഫിനിഷിൽ വരുന്ന ടൈലുകളുടെ ഇറങ്ങി തുടങ്ങി. എന്തിനാ ഗ്രാനൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഞാൻ മുകളിൽ കാണിച്ചു തരാം. ഇനി ഗ്രാനൈറ്റ് നമുക്ക് ആവശ്യം നമ്മൾ കണ്ടു കേട്ടോ. ഞാൻ ഗ്രാനൈറ്റ് വെക്കുന്ന ഒരാളാണ്, പക്ഷെ ഞാൻ തന്നെ അങ്ങനെ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി. ഇതാണോ 6x4? ഇതാണ് 6x4 സൈസ് വരുന്നത്. നമുക്ക് ഏകദേശം 92 രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ് കജാരിയുടെ 6x4 സൈസ്. അതെ 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 അതെ. അതിന്റെ താഴെയാണ് 4x2 വെച്ചിട്ടുണ്ട്. അതിന്റെ നമുക്ക് അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് എങ്ങനെയാണെന്നൊരു ഇത് വരണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ സെലക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസിൽ. അത് ഡിഫറെന്റ് ഫിനിഷസും, മാറ്റ് നമുക്ക് ബേജിൽ വരുന്നുണ്ട്, ഗ്രേയില് വരുന്നുണ്ട്, എല്ലാ ഷെയ്ഡ്സും വരുന്നുണ്ട്. അതിൽ പല ടെക്സ്ചേഴ്സ് വരുന്നുണ്ട്. കൺഫ്യൂഷൻ അടിച്ച് മരിക്കും കേട്ടോ, ഏതാ വേണ്ടെന്ന് മാത്രമേ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയപ്പോഴത്തേക്കും ഫുൾ ബോഡി ടൈലുകളുടെ ഒരു. അതെ, ഫുൾ ബോഡി ടൈലിന്റെ ഒരു ലോഗാണ് നിങ്ങൾ കാണുന്നതൊക്കെ. ഫുൾ ബോഡി ആൻഡ് കളർഡ് ബോഡിയാണ് നമ്മൾ ഇത്രയും കാണുന്നത്. ഇത് 6x4 സൈസില് 6x4 സൈസ് 9mm. ആ കണ്ടതിന്റെ ഒക്കെ മാറ്റ് ഫിനിഷ് സെയിം സൈസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കിച്ചൺ സ്ലാബുകളുടെ അത് കുറച്ച് മെനക്കെടാകുന്ന സെലക്ട് ചെയ്ത് അത്രയും വെറൈറ്റി ഉള്ള ഒരു ഷോ നമ്മൾ ഞാൻ പറയാം. ചേട്ടൻ എത്ര കടയിൽ പോയിട്ടുണ്ടാവും, മാക്സിമം ഇത്രയും 4 ഡിസൈൻ ഉണ്ടാവും. നമുക്ക് ഏകദേശം ഈ അറ്റം തൊട്ട് ആ അറ്റം വരെയുള്ള ഷെയ്ഡ്സ് നമുക്ക് അതല്ല അപ്പുറത്തും ഉണ്ട് കേട്ടോ. ഏകദേശം 30-35 ഡിസൈൻ നമുക്ക് ഇവിടെ സെലക്ഷൻ ആവാനുണ്ട്. എന്തിനാണ് നാനോവൈറ്റ് ഒക്കെ എടുക്കുന്നത്? നാനോവൈറ്റിന്റെ ആവശ്യമില്ല. നാനോവൈറ്റിന്റെ ഒരു റിപ്ലേസ്മെന്റ് ഞാൻ അറ്റത്തുള്ള മെറ്റീരിയൽ ഉണ്ട്, വൈറ്റ് മോൾഡ് ചെയ്താൽ വരെ ആ വൈറ്റ്നസ് കിട്ടും. ഇതൊക്കെ 15mm കറക്റ്റ് നാനോവൈറ്റിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഒരു കുഴപ്പമില്ല. എത്ര ഫിനിഷിംഗിലുള്ള, എത്ര കളർ ടോണിലുള്ള, എത്ര ഫിനിഷിംഗിലുള്ള ടൈലുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇതിപ്പോ ലാക്ക റെഡ് എന്ന് പറഞ്ഞ ഒരു പുതിയ റെഡാണ്.
കുറച്ച് നല്ല മെറ്റീരിയലാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പുതിയ മെറ്റീരിയൽ. ആ ഒരു ഗ്രാനൈറ്റിന്റെ ആ ഒരു കളർ ഇതിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഗ്രാനൈറ്റ് ഇപ്പൊ ലാക്കാരുടെ ഒന്നും കിട്ടാറില്ല. ഇത് മാറ്റ് ഫിനിഷിൽ വരുന്നുണ്ട് നമുക്ക്. ഇനി ഫുള്ളി സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിട്ട് നമ്മളിപ്പോ എന്തിട്ടൊരു കത്തിയിട്ട് ഉറച്ചാൽ പോലും ഇതിൽ പ്രശ്നം വരില്ല. മഞ്ഞളോ നാരങ്ങയോ ഞാൻ എല്ലാം ഒരു ദിവസം ഇട്ട് നോക്കിയിട്ടുണ്ട്, എല്ലാത്തിലും കറയും പിടിക്കില്ല, ഒരു പ്രശ്നവുമില്ല. 15 mm തിക്നെസ്സിൽ നമുക്ക് ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിക്കാം. ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിക്കാം. എപ്പോക്സി ചെയ്യാൻ പറ്റും അല്ലേ? അതിന്റെ മെറ്റീരിയലാണ് ഇതൊക്കെ. ഈ എപ്പോക്സി ഇടാണ്ട് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുക. ചിലവർക്ക് ഇപ്പോഴും എപ്പോക്സി കാണുമ്പോൾ ഡൈജസ്റ്റ് ആവുന്നില്ല. 60 ഡിസൈൻ നമുക്ക് ലൈവ് അവൈലബിൾ ആണ്. കജാരിയ വിട്രോണൈറ്റ് എന്നാണ് ഡിവിഷന്റെ പേര് വരുന്നത്. ഇത് ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ആണ്. സൗത്ത് ഇന്ത്യ അല്ല, വിട്രോണൈറ്റിന്റെ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ആണ്. ഈ ഷോറൂം ഇനാഗുറേറ്റ് ചെയ്യാൻ വന്നത് ആരാണ്? ഋഷി കജാരിയ ഹിംസെൽഫ്. അതെ, നേരിട്ട് വന്നു. അതെ, ഋഷിജി ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ എന്താ പറയാ, എൻ്റെ ഒരു ബോസ് എന്ന് തന്നെ പറയാം. പുള്ളിയാണ് വന്നത്. പുള്ളി നമുക്ക് സൗത്ത് ഇന്ത്യയിലെ ആകെ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഷോറൂമാണിത്. ഒരു ഫ്രാഞ്ചൈസി എന്ന് പറയുന്നല്ല, അവര് ഡയറക്റ്റ്. അതെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് അവരൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ളതാണ്. അടിപൊളി. താഴെ പറയുന്നതാണ് എന്തിനാണ് ഗ്രാനൈറ്റ് ഉപയോഗിക്കണേ. ഓരോ ഫിനിഷുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ ലെതർ ഫിനിഷ് ഗ്രാനൈറ്റിനുള്ള റിപ്ലേസ്മെന്റ് ആണ്. ലെതർ ഫിനിഷിൽ നമുക്ക് സാധാരണ ചില കുറച്ച് ഓപ്ഷൻസ് ആണ് വരാറുള്ളൂ. കാരണം ആ ഒരു ക്വാളിറ്റി ഓഫ് ഗ്രാനൈറ്റിലാണ് നമുക്ക് ആ ലെതർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഒരു ബ്ലാക്ക് ഞാൻ കാണിച്ചു തരാം. കമ്മം ബ്ലാക്കിലാണ് നമുക്ക് ഈ കളർ കിട്ടുക. അതിന് ഏകദേശം 400 രൂപയുടെ മുകളിൽ പ്രൈസ് വരും. നമുക്കിത് ആ സെയിം എന്താ പറയാ, ആ ഡാർക്ക്നെസ്, ആ ബ്ലാക്കിന്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം. ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് വരുന്നത് 200 രൂപയുടെ താഴെയാണ്. എന്താ ഫിനിഷ് നോക്കിയേ. അതെ, അതും നമുക്ക് ഷൈനിയാണ്. നിങ്ങൾ ലൈറ്റ് അടിക്കുമ്പോൾ അതിന്റെ ഇതെല്ലാം കാണാൻ പറ്റും, തിളങ്ങുന്നുണ്ട്. പിന്നെ ഈസിലിയാണ്. ഇപ്പൊ ഇവിടെ ആൾക്കാർ തൊട്ടിട്ട് ഇതുണ്ട്. നമ്മളിത് ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു ടിഷ്യൂ വെച്ച് തുടച്ചാൽ വരെ അതങ്ങ് പോകും. ഒരു കൈ കൊണ്ട് വരുന്ന എണ്ണ എല്ലാം നമുക്ക് എന്ത് ക്ലീനിങ്ങിനായാലും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കിപ്പോ അധികം ഡെപ്ത് ഉള്ള പഞ്ചുകളല്ല. ഡസ്റ്റ് അക്യുമുലേഷനും അത്രയും കുറയും. എത്ര തിക്നെസ് വരുന്നത്? 15 mm. അപ്പൊ നമുക്ക് സിറ്റ് ഔട്ടിൽ ഉപയോഗിക്കാം ഗ്രാനൈറ്റിന് പകരം. മോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു തിക്നെസ് കിട്ടുമ്പോഴാണല്ലോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ കാണുന്നത്. നമുക്ക് ഈ ഒരു ഫിനിഷ് ആണ് പറഞ്ഞത്. നമുക്ക് 15 mm ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ 15 mm ആണ്. കളേർഡ് ബോഡിയാണ് വരുന്നത്. ഇതൊക്കെ വരുന്നല്ലേ. നമുക്ക് മനസ്സിലാക്കേണ്ടതേ ഇത് സെയിം ആണ്. ഇത് മാറ്റ് ആണ്. നമ്മുടെ അതിന്റെ മാറ്റ്, ഇത് അതിന്റെ പോളിഷ്. അച്ഛന് ഗ്ലോസി വേണം, മോന് മാറ്റ് വേണം. എന്നാൽ ഡിസൈൻ മാറാനും പാടില്ല. അപ്പൊ ആ മോന്റെ റൂമിലേക്ക് നമുക്ക് മാറ്റ് ഇടാം, അച്ഛന്റെ സ്ഥലത്തേക്ക് നമുക്ക് ഇതും ഇടാം. അപ്പൊ നമുക്ക് രണ്ടുപേരുടെയും വിഷമങ്ങ് മാറും. വീട് പണി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തർക്കങ്ങളൊക്കെ. പിന്നെ ഞാനിവിടെ ലൈവായിട്ട് കുറെ കാണാറുള്ളതാ. ഇത് ലാസ്റ്റ് നമ്മളെ വിചാരിക്കും മധ്യസ്ഥതയ്ക്ക് എന്ത് ചെയ്യാൻ. ഇനി നമ്മൾ തിക്നെസ് അവിടെ അതല്ലേ കണ്ടുള്ളൂ, അതിലും വലിയ ഐറ്റംസ് അവിടെ കിടക്കും. നമുക്ക് 20 mm തിക്നെസ് ആണ് വരുന്നത്. R11 ഗ്രേഡ്. നമുക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, അതായത് ചേട്ടൻ കാലൊന്ന് നീക്കാൻ പറ്റുന്നോ നോക്കി അവിടുന്ന്. ഇല്ല, അത് നീങ്ങില്ല, തിന്നില്ല. R11 ആണ് നമ്മുടെ ഗ്രേഡ് വരുന്നത്. ഓക്കെ, അപ്പൊ ചെരിച്ച് വന്നാലും ചെരിച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊരു 37 ഡിഗ്രി വരെ നമുക്കിത് ചെരിച്ചു വെച്ചാൽ നടന്നു പോകാൻ ഒരു കുഴപ്പമില്ല. തെന്നി വീഴില്ല. ചെരിപ്പിട്ടാലും ഇല്ല, വീഴില്ല. അതെ, നമ്മുടെ ഈ പേവിംഗ് സ്റ്റോൺ ഒക്കെ ചെയ്യില്ല നമ്മൾ ചെയ്യുന്ന കടപ്പ സ്റ്റോൺ, അതിനൊക്കെ നമുക്ക് റിപ്ലേസ് ചെയ്യാം. ഇതുണ്ട് കടപ്പ സ്റ്റോണിന്റെ അത് ഫിനിഷ് തന്നെ വരുന്നുണ്ട്. പിന്നെ വേറൊരു ഇതുണ്ട്, ഇതിന്റെ കപ്പാസിറ്റി 40 ടണ്ണാണ്. അതായത് ഒരു ടോറസ് ലോറി കയറിയാൽ പോലും പൊട്ടില്ല. പക്ഷെ നാച്ചുറൽ സ്റ്റോൺ, കടപ്പ സ്റ്റോൺ, ബാംഗ്ലൂർ സ്റ്റോൺ ഒക്കെ ടോറസ് കയറിയ പൊട്ടും. ഇത് പൊട്ടില്ല. ഫുൾ ബോഡിക്ക് നമുക്ക് അത്യാവശ്യം ഓപ്ഷൻസ് ഉണ്ടല്ലേ. പിന്നെ നമുക്ക് ഇതൊക്കെ 4x2 സൈസിൽ ഫുൾ ബോഡിയുടെ സെലക്ഷൻ ആണ്. ഈ അറ്റം തൊട്ട് ആറ്റം വരെ. അത് തന്നെ മാറ്റും, എല്ലാ ഐറ്റംസും. അത് മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ഗ്ലോസി, താഴെ ഒട്ടിച്ചിരിക്കുന്ന മാറ്റ്. ഇത് ശരിക്കും നമ്മൾ വീഡിയോയിൽ കാണുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ട് വേണം ആളുകൾ മനസ്സിലാക്കാനായിട്ട്. ഇവിടെ നേരിട്ട് വന്ന് കാണുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഒരിക്കലും നമുക്ക് വീഡിയോയിൽ ഇതിന്റെ ക്ലാരിറ്റിയും കളറും ഒന്നും കളർ ഒരിക്കലും കിട്ടില്ല. കാരണം ഒരു ഫോട്ടോ എടുത്ത് ഞാനൊരു ക്ലയന്റിന് അയച്ചു കൊടുത്താൽ തന്നെ അത് എത്രത്തോളം നമുക്ക് അവർക്ക് അത് തന്നെയാണ് കാണുന്ന ഉറപ്പുവരുത്താൻ പറ്റില്ല. ചെറിയ നിസ്സാരമായ ഒരു കാര്യമായിരിക്കും അതിന്റെ കളർന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുള്ളത്. പക്ഷെ നമ്മൾ ഫോട്ടോയിൽ പല ഫോണുകളും പല ക്യാമറകളും പല കളറാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വരിക. ഇതൊരു കിഡിലം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തന്നെയാണ്. എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. അപ്പോൾ ഡയറക്റ്റ് വരിക. ഇതുണ്ടോ, ഗ്ലോസിയാണോ മാറ്റാണോ എന്നൊക്കെ തൊട്ട് മനസ്സിലാക്കാം. ഇത് കുറെ ഡിസൈനുകളൊക്കെ വന്നിട്ടുള്ള ഇത് ജിയോമെട്രിക് സീരീസ് ആണ്. നമുക്ക് ഒരേ കളറിൽ പലതരം ഫിനിഷസ്. അതായത് ഇത് റോക്ക് ഫിനിഷ് ആണ്. നമുക്ക് ബാത്റൂംസിലേക്കൊക്കെ ഉപയോഗിക്കാം. ഗ്രിപ്പ് കൂടിയ ഫിനിഷ്, അതിന്റെ തന്നെ ഒരു ഡിസൈനർ ഫിനിഷ്. ആർക്കിടെക്ട്സിനൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ചെയ്യണമെങ്കിൽ അതുപോലെ അതിന്റെ കുറച്ചും കൂടെ ഇതുള്ള ഫിനിഷുകൾ. അങ്ങനെ പല ഫിനിഷുകൾ സെയിം കളേഴ്സ്. അത് ആണ് ഈ ത്രൂ ഔട്ട് മുഴുവൻ.
അതാണ് പറഞ്ഞത്, നേരിട്ട് വന്ന് കാണണം കേട്ടോ. നമ്മൾ എല്ലാം നേരിട്ട് വരികയാണ് ഏറ്റവും നല്ലത്. അതെ അതെ, തോമസ് ലീഗയുടെ ആളാവുക, ഡയറക്റ്റ് വന്ന് തൊട്ട് കണ്ട് മനസ്സിലാക്കുക. കജേരിയുടെ ക്വാളിറ്റിയിൽ നമ്മൾ പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രീമിയം ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി കുറഞ്ഞതുണ്ട്. അതുണ്ട്. അത് ഏത് മാനുഫാക്ചേഴ്സും എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. അതായത് ഫസ്റ്റ് ലോട്ടിൽ നമ്മൾ നോക്കും, ഇൻസ്പെക്ഷൻ കഴിയുമ്പോൾ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അതിനെ സ്റ്റാൻഡേർഡ് ആക്കും. പക്ഷെ ഞാൻ എൻ്റെ ഉറപ്പ് തരുന്നു, നമ്മൾ ഇന്നേ വരെ ഒരു ലോഡ് പോലും കജാരിയിൽ നിന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഒന്നും എടുത്തിട്ടില്ല. ഓൺലി പ്രീമിയം മെറ്റീരിയൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്തുകൊണ്ട് ആളുകൾ ഇവിടെ വരണം കജേരിയിൽ? അതായത് ഞാൻ പറയാണ്, നമുക്ക് ഇത്രയും വലിയൊരു സെലക്ഷൻ, ഞാൻ പറയണ എപ്പോഴും നമുക്ക് നേരിട്ട് കണ്ട് ഇത് സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ നമ്മൾ 4 ടൈലല്ല, നമുക്ക് ഇത്രയും നമുക്ക് സെലക്ഷൻ തരികയാണ്. പിന്നെ എനിക്ക് ബെസ്റ്റ് പ്രൈസും ഞാൻ ഗ്യാരണ്ടി തരികയാണ്. തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം, കജേരിയ തന്നെ ഇന്ത്യസ് നമ്പർ 1 ടൈൽ കമ്പനിയാണ്. അപ്പൊ കജേരിയ തന്നെ വീട്ടിലേക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉള്ള സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ്, എക്സ്പീരിയൻസ് സെന്റർ ആണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ഇപ്പോൾ വീട് പണി അല്ലെങ്കിൽ റിനോവേഷൻ ചെയ്യുന്നവർ എല്ലാവർക്കും ഈ നമ്മുടെ കജേരിയുടെ ഈ എക്സ്ക്ലൂസീവ് സെന്ററിലേക്ക് സ്വാഗതം. ഉറപ്പായിട്ടും. യെസ്. അപ്പം കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ലൊക്കേഷൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പുതിയൊരു അടിപൊളി വീഡിയോ ഇട്ട് നമ്മൾ വീണ്ടും വരാം. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം. മനു ബ്രോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.